ചാഴിയുണ്ട്. ചാഴി എന്ന് പറഞ്ഞാൽ വലിയ ഒരു ചെടിയല്ല, ഒരു 6 മാസം കൂടുമ്പോൾ ഒരു ചെറിയ നൈസായിട്ട് ഒരു മരുന്നടി അതേ ഉള്ളൂ. പിന്നെ അതുപോലെ മഴക്കാലമാകുമ്പോൾ ചെറിയ ഫംഗസ് വിഷയങ്ങളുണ്ട്, അതിന് ഇച്ചിരി സാഫോ എന്തെങ്കിലും മരുന്നടിച്ചാൽ മതി, അല്ല വേറെ വലിയൊരു മരുന്നടി വേണ്ടി വരുന്നില്ല. പിന്നെ അതുപോലെ വളമാണെങ്കിലും രാസവളം അധികം ചെയ്യാതിരിക്കുന്നത് ഇപ്പം നല്ലത്. രാസവളം ചെയ്ത് കഴിഞ്ഞാൽ ഉണക്ക് കൂടുതലായിട്ട് കേൾക്കും. പിന്നെ അതേപോലെ മാക്സിമം ചാണകവളമാണ് ഏറ്റവും മെയിൻ. ഏറ്റവും നല്ലത് ചാണകവളമാണ്. ചാണകവളത്തിൻ്റെ കൂടുതൽ ഇച്ചിരി കുമിക്കാസിലും ഇച്ചിരി കടലപ്പിണ്ണൊക്കെ കൂടെ ചേർത്ത് കുളിപ്പിച്ചിട്ടൊഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പിന്നെ അതേപോലെ ഈ രാസവളങ്ങളാണ്ടും ബോറോൺ, സിങ്ക്, മഗ്നീഷ്യം, കാൽസ്യം അങ്ങനെയുള്ള ഇതാണ് കൂടുതലും ചെയ്യേണ്ടത്. പിന്നെ ഈ പൊട്ടാഷ് വേണം, പക്ഷേ പൊട്ടാഷ്യം യൂറിയൊക്കെ വലിയ അളവ് വേണ്ട. ഏറ്റവും നല്ലത് ജൈവവളമാണ്. അവരിപ്പോൾ എറണാകുളത്ത് ഒരു വണ്ടി ഓടി വരുന്നതാണ്, അവർക്ക് ആ വണ്ടി കൂലി മുതലാകണമെങ്കിൽ കൂടുതൽ അളവുണ്ടെങ്കിൽ അവർക്ക് മുതലാവുള്ളൂ. അതുകൊണ്ട് എന്തൊരു അളവ് കൂടെ ഉണ്ടോ അവരനുസരിച്ച് വില കൂട്ടി തന്നിരിക്കും. അപ്പോൾ നിലവിലാണെങ്കിലും എന്നാലും ഒരു 70 രൂപ താഴെ പോകാതെ അവർ നമുക്ക് ഇന്നും വില തരുന്നുണ്ട്. പിന്നെ അവർ എന്നാ പറയുക, അവർ സ്പോർട്ടിങ്ങാണ് അവർ തന്നെ മാർക്കറ്റിങ്ങിനെ അതിനെപ്പറ്റി ഞാൻ ചോദിച്ചിട്ടില്ല. എന്നാലും എല്ലാ ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച വരും, തോട്ടത്തിൽ വരും. തോട്ടത്തിൽ നിന്ന് തന്നെ കായെടുക്കും, തോട്ടത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ പൈസയുടെ ഇടപാട് തീർക്കും. എല്ലാം പക്കയുടെ അവർ ചെയ്യുന്നുണ്ട്.